വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദായ നികുതി ചട്ടക്കൂട് നവീകരിക്കാനും ലളിതമാക്കാനും ലക്ഷ്യമിടുന്നതാണ് പുതിയ ആദായ നികുതി ബില്ല് 2025. അപ്പോൾ പുതിയൊരു ഇൻകം ടാക്സ് ബില്ല് വരുന്നു 2025. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഈ ബില്ല് നിലവിലുള്ള നികുതി നിരക്കുകളും തത്വങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നിരവധി മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ പുതിയൊരു ബില്ല് വരുന്നു, ഇന്ത്യാസ് ഇൻകം ടാക്സ് ബിൽ 2025. ന്യൂട്രിനോ ഗവേഷണത്തിലെ സമീപകാല പുരോഗതികൾ. KM3 നെറ്റ് ക്യൂബിക് കിലോമീറ്റർ ന്യൂട്രിനോ ടെലിസ്കോപ്പ് സഹകരണത്തിൽ നിന്നാണ് ഉയർന്നു വന്നത്. പുതിയൊരു ന്യൂട്രിനോ ഗവേഷണത്തിലെ സമീപകാല പുരോഗതികളാണ് ക്യൂബിക് കിലോമീറ്റർ ന്യൂട്രിനോ ടെലിസ്കോപ്പ്. അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര സംഘമാണ്. അത് മെഡിറ്ററേനിയൻ കടലിൻ്റെ അടിയിൽ ആഴത്തിൽ നിരീക്ഷണാലയങ്ങൾ നിർമ്മിക്കുന്നു. തമിഴ്നാടിനും കാശിക്കും ഇടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടിയാണ് കാശി തമിഴ് സംഗമം 3.0. അപ്പോൾ തമിഴ്നാടിനും കാശിക്കും ഇടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടിയാണെന്ത്? കാശി തമിഴ് സംഗമം 3.0. 2025 ഫെബ്രുവരി 15 ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിനിന് നേതൃത്വം നൽകുന്നു. ഈ ക്യാമ്പയിൻ 2025 ഫെബ്രുവരി 14 മുതൽ 22 വരെ നീണ്ടു നിൽക്കും. അപ്പോൾ നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്ട്രേഷനുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യയിലെ ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രാലയം എന്ത് ചെയ്യുന്നു? രാജ്യവ്യാപകമായിട്ടൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നു. ഇൻ്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റൽ റിയാക്ടർ ഫ്യൂഷൻ എനർജി ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനൊപ്പം ITER സൗകര്യം സന്ദർശിച്ചു. അപ്പോൾ ITER എന്താണ്? ഇൻ്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റൽ റിയാക്ടറാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പാരീസിൽ നടന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുത്തു. അപ്പോൾ AI ആക്ഷൻ ഉച്ചകോടി എവിടെ നടന്നു? പാരീസിലാണ് നടന്നത്. അവിടെ അദ്ദേഹം സാംസ്കാരിക നയതന്ത്രത്തിൽ ഏർപ്പെട്ടു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായും US വൈസ് പ്രസിഡന്റ് JD വാൻസുമായും കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ US വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. 1961 അഭിഭാഷക നിയമത്തിൽ ഭേദഗതികൾ വരുത്താൻ ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സമകാലിക വെല്ലുവിളികൾക്ക് മറുപടിയായി നിയമ ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ 1961 അഭിഭാഷക നിയമത്തിൽ ഭേദഗതികൾ വരുത്താനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിയമരംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിശാലമായ പരിഷ്കരണ അജണ്ടയുടെ ഭാഗമാണ് ഈ ഭേദഗതികൾ. പശ്ചിമ ബംഗാൾ സർക്കാർ 2025-26 ബജറ്റിൻ്റെ ഭാഗമായിട്ട് നോഡി ബന്ധൻ പദ്ധതി അവതരിപ്പിച്ചു. അപ്പോൾ നോഡി ബന്ധൻ പദ്ധതി ഏത് സർക്കാരാണ് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ്. അതെന്തിനാണ്? പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനൊക്കെ പദ്ധതി സഹായിക്കുന്ന ബജറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണത്. വെള്ളപ്പൊക്ക പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘട്ടൽ മാസ്റ്റർ പ്ലാനിനായി ബജറ്റ് ഗണ്യമായ ഫണ്ട് വകയിരുത്തുന്നു. അപ്പോൾ നോഡി ബന്ധൻ പദ്ധതി പശ്ചിമ ബംഗാളാണ്. കേന്ദ്രമന്ത്രി അമിത് ഷാ ദേശീയ ഗെയിംസ് സമാപന ചടങ്ങിന് എത്തിയപ്പോൾ അപ്പോൾ ദേശീയ ഗെയിംസ് സമാപിച്ചു. ഇനി മേഘാലയയാണ് നെക്സ്റ്റ് വേദി എന്ന് പറയുന്നത്. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ ഒരുങ്ങുമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ പറയുന്നു. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനായിട്ട് ഇന്ത്യ ഒരുക്കമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. 48ാമത് ദേശീയ ഗെയിംസിന് സമാപനം ഇന്ത്യൻ കായിക രംഗത്തിൻ്റെ ഭാവി ശോഭമാണെന്നും 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ രാജ്യമൊരുക്കമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി അമിത് ഷാ പറഞ്ഞു. എൻ ചന്ദ്രശേഖരന് ഓണററി നൈറ്റ്ഹുഡ്. ടാറ്റ സൺസ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരനെ ബ്രിട്ടൻ ഓണററി നൈറ്റ്ഹുഡ് നൽകി ആദരിക്കും. സാമൂഹിക പ്രവർത്തക വിമല ബഹുഗുണ അന്തരിച്ചു. സാമൂഹിക പ്രവർത്തക വിമല ബഹുഗുണ ഉത്തരാഖണ്ഡിൽ അന്തരിച്ച പ്രശസ്തമായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള സുന്ദർലാൽ ബഹുഗുണയുടെ ഭാര്യയാണ്. അപ്പോൾ ഇതൊരു ഫാക്റ്റാണ്. സുന്ദർലാൽ ബഹുഗുണയുടെ ഭാര്യയാണ് വിമല ബഹുഗുണ. ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്. അപ്പോൾ കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിനെ കുറിച്ച് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ അടുത്തിടെ രാജ്യസഭയെ അറിയിച്ചു. ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ 2023 ശ്രദ്ധേയമായ റാങ്ക് നേടിക്കൊണ്ട് ഇന്ത്യ ലോജിസ്റ്റിക്സ് മേഖലയിൽ പുരോഗതി കൈവരിച്ചു. അന്താരാഷ്ട്ര ഷിപ്മെൻറ്റ് വിഭാഗത്തിൽ രാജ്യം ഇപ്പോൾ 22ാം അന്താരാഷ്ട്ര ഷിപ്മെൻറ്റ് വിഭാഗത്തിലാണെങ്കിൽ രാജ്യം ഇപ്പോൾ 22ാം സ്ഥാനത്താണ്. 139 രാജ്യങ്ങളിൽ മൊത്തത്തിലെ ലോജിസ്റ്റിക്സിൻ്റെ റാങ്ക് എടുക്കുമ്പോൾ 38ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ ലോജിസ്റ്റിക്സിൽ 38ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് ഓർക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലോക ബാങ്ക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ആൻസർ 38 ആണ്. NGC 6505 എന്ന ഗാലക്സിക്ക് ചുറ്റും
ഒരു അപൂർവ ഐൻസ്റ്റീൻ വളയം അടുത്തിടെ കണ്ടെത്തിയ ബഹിരാകാശ ദൂരദർശിനിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ യൂക്ലിഡ് ബഹിരാകാശ ദൂരദർശിനിയാണ്. ലോക റേഡിയോ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 13 ആൻസർ. 2025 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായാണ് കോൺസ്റ്റൈൻഡൽ ടാസുലാസ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഗ്രീസാണ്. ഏത് സംസ്ഥാന സർക്കാരാണ് നോഡി ബന്ധൻ പദ്ധതി ആരംഭിച്ചത്? ആൻസർ പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.